വിജയുടെ ദളപതി 69 എന്ന സിനിമയിൽ സാമന്തയും മമിത ബൈജുവും ലാലേട്ടനും ഉണ്ടാകുമെന്നൊക്കെ റൂമറുകൾ വരുന്നുണ്ട്. വിനോദ് സംവിധാനം ചെയ്യുന്ന ഈ ഒരു സിനിമ ഒരു പക്ക കൊമേഴ്ഷ്യൽ എൻ്റർടൈനറാണ്. അതായത് ആറ്റ്ലിയുടെ തെറി മോഡലിലൊക്കെ ഉള്ള ഒരു സിനിമയായിരിക്കും ഇതെന്നാണ് പറയുന്നത്. അതുപോലെ ഈ ഒരു സിനിമയിൽ വിജയ് ഒരു പോലീസുകാരൻ്റെ റോളിലായിരിക്കും എത്തുന്നതെന്നും പറയുന്നുണ്ട്. സിനിമയുടെ ഭാഗത്തുനിന്ന് ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ഉടനെ തന്നെ പുറത്തു വരും. സലാർ 2 സിനിമയിലേക്ക് ലാലേട്ടനെ ഒരു റോളിലേക്ക് അപ്രോച്ച് ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതുപോലെ സലാർ സിനിമയിൽ മ്യൂസിക് ചെയ്യാനായിട്ട് അനിരുദ്ധിനെയും ഓംബാല ഫിലിംസ് അപ്രോച്ച് ചെയ്തതെന്ന് പറയുന്നുണ്ട്. സലാർ 2 സിനിമയിൽ എല്ലാവരും ഞെട്ടിക്കുന്ന തരത്തിലൊരു വേൾഡ് സ്റ്റോറിയാണ് പ്രശാന്ത് നീൽ പറയാൻ പോകുന്നത്. രജനീകാന്തിൻ്റെ വേട്ടയൻ സിനിമയുടെ ഭാഗത്തുനിന്ന് മനസ്സിലായൊന്ന് ഫസ്റ്റ് സിംഗിൾ പുറത്തു വന്നു. ഗംഭീര ഹിറ്റായി പാട്ട്. മലയാളം, തമിഴ്, തെലുങ്കൊക്കെ കലർന്നൊരു സോങ് ആയിരുന്നു ഇത്. രജനീകാന്തും അനിരുദ്ധും ഒരുമിച്ച് ഡാൻസ് ചെയ്യുന്ന രംഗങ്ങളൊക്കെ ഈ ഒരു സോങ്ങിൻ്റെ ലിറിക്കൽ വീഡിയോയിൽ നമുക്ക് കാണാവുന്നതാണ്. എന്നാൽ രജനിയെ സൈഡാക്കി മഞ്ജു വാര്യർ കിടിലൻ ഡാൻസാണ് ഈ ഒരു സോങ്ങിൽ ചെയ്യുന്നത്. എക്സിലടക്കം മഞ്ജു വാര്യരുടെ പോർഷൻസ് എടുത്തിട്ട് ട്രെൻഡിങ് ആക്കിയിരിക്കുകയാണ്. എന്തായാലും ഒരു വൈബ് മെറ്റീരിയൽ തന്നെയാണ് മനസ്സിലായെന്ന ഈ ഒരു സോങ്. ഒക്ടോബർ 10-നാണ് വേട്ടയൻ എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത്. ദളപതിയുടെ ഗോട്ട് സിനിമ ഇപ്പോൾ 288 കോടി രൂപ 4 ദിവസം കൊണ്ട് കളക്ഷൻ ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുകയാണ്. ഗോട്ട് സിനിമ OTT റിലീസ് ചെയ്യുമ്പോൾ 3 മണിക്കൂർ 40 മിനിറ്റുള്ള ഒരു ഡയറക്ടേഴ്സ് കട്ടായിരിക്കും പുറത്തുവിടുക എന്നാണ് ഇപ്പോൾ VP പറയുന്നത്. ഡയറക്ടേഴ്സ് കട്ട് കൂടാതെ തിയേറ്ററിക്കൽ വെർഷനും OTT റിലീസ് ചെയ്യുമെന്നൊക്കെയാണ് പറയുന്നത്. ലിയോൻ്റെ സമയത്ത് ഇതുപോലെ തിയേറ്ററിക്കൽ വെർഷൻ ആയിരിക്കില്ല OTT റിലീസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നിട്ട് തിയേറ്ററിക്കൽ വെർഷൻ തന്നെയാണ് OTT റിലീസ് ചെയ്തത്. ഗോട്ട് സിനിമയുടെ OTT റിലീസിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.